ഗൈസ് നമ്മളിപ്പോഴാണ് ഗുരുവായൂർക്ക് എത്തിയത്. കറക്റ്റ് സമയം എത്ര? 12:17. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഞാൻ കാരണം അപ്പൊ ഗൈസ് ഞങ്ങള് ഇപ്പൊ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നാളെ കാണാം. അപ്പോൾ വെളുപ്പിന് 4:45 തന്നെ ഞാൻ എഴുന്നേറ്റ് അടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ടോ ഞാൻ ഒരുങ്ങിയത്. മേക്കപ്പ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഹെയറും സാരി ഡ്രേപ്പും മാത്രമാണ് പോയി ചെയ്തത്. അപ്പോൾ ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഉണ്ണിയുടെ മേക്കപ്പ് കഴിഞ്ഞ് അവളുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് പോയി നമ്മുടെ ഗേൾസ് റെഡി ആയോ നോക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ സാരിയെ കൊടുത്ത് ഒരുങ്ങി കഴിഞ്ഞു. എല്ലാവരും സുന്ദരിമാരായിട്ടുണ്ട്. ഇതാണ് എല്ലാവരും സാരി പിടിച്ച നീയല്ലേ രഘു? സാരി എടുത്ത നീയല്ലേ? നീ എടുത്തോ, പക്ഷെ ഇങ്ങനെ എടുത്തോ. അപ്പൊ റീലിടാം നമുക്ക്. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവും. എനിക്കിനി ആ പുടവ് മാറ്റണം. കല്യാണം കഴിഞ്ഞ് താലി കെട്ടിക്കഴിഞ്ഞിട്ട് സാരി മാറ്റും. ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വരണേ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇട ദിവസമായിട്ട് കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു ഇതിനേക്കാളും കൂടുതലാണ് സാധാരണ ഉണ്ടാവാറുള്ളതെന്ന്. പക്ഷെ എന്തൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ കയറിയപ്പോൾ തൊട്ട്. ഉണ്ണിയുടെ കല്യാണമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോ മണ്ഡപത്തിലേക്ക് പോകണല്ലേ? മണ്ഡപത്തിലോട്ടല്ലേ നമ്മൾ സെക്കൻഡ് സാരി കൊടുത്തിട്ട് വരും. നമ്മളപ്പോഴേക്കും കുറച്ചൊന്ന് താലികെട്ടൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ വരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ വരണം എന്നുള്ളത്. അപ്പോൾ ഉണ്ണിയുടെ കല്യാണത്തിന് തന്നെ വരാൻ പറ്റി. അതിന് ഈ മണ്ഡപത്തിൽ വെച്ച് കാണാം. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിതേ സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. സദ്യ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ഇത്ര ടേസ്റ്റുള്ള സദ്യ കഴിക്കുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു 1:45 ആയപ്പോഴേക്കും ഉണ്ണിക്ക് പോകാനുള്ള ടൈമായി. നമ്മുടെ കല്യാണച്ചക്കൻ ഹരിയുടെ തറവാട് കോഴിക്കോടാണ്. അപ്പം അങ്ങോട്ടേക്കാണ് അവർ നേരെ പോകുന്നത്. അപ്പോൾ യാത്ര പറയുന്ന സമയത്ത് എല്ലാവരും കുറച്ച് ഇമോഷണലായി. അതുകൊണ്ട് തന്നെ എനിക്ക് അത് കഴിഞ്ഞ് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഉണ്ണിനെ യാത്ര ആക്കിയിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ടയർഡായതുകൊണ്ട് ഞങ്ങൾ ഊബർ എടുത്താണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.